BJP-യുമായിട്ട് ഒരു സഹകരണം ഒരു കാലത്തും അദ്ദേഹം നടത്തിയിട്ടില്ല. അപ്പം മന്നം ജയന്തിക്ക് തന്നെ സാധാരണ ഒന്നുകിൽ രാഷ്ട്രീയക്കാർ വരികയാണെങ്കിൽ തന്നെ അത് UDF-കാരായിരിക്കും. ഏതായാലും BJP-ക്കാരെ അവിടെ അധികം സാധാരണ ഈ ഫംഗ്ഷന് പങ്കെടുപ്പിക്കാറില്ല. അപ്പോൾ ഒരു BJP-യിലേക്ക് പോകുന്നു എന്ന സംശയം ഡയറക്ടർ ബോർഡിനുണ്ടായപ്പോൾ അവർ ഐക്യകണ്ഠ്യേന ഇങ്ങനൊരു ഐക്യം വേണ്ടാന്ന് തീരുമാനിച്ചു. ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾ അല്ലെങ്കിൽ സമുദായത്തെ BJP-യിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു രഹസ്യ നീക്കമായിരുന്നു വെള്ളാപ്പള്ളി നടത്തിയത്. അല്ല, അങ്ങനെ ചില വാർത്തകളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശരിതെറ്റുകളെന്താ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ അതിൽ അത്ര താല്പര്യവും കാണിച്ചിട്ടില്ല. കാരണം താല്പര്യം കാണിക്കാൻ ആവശ്യമില്ല, അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ ഇങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെടും എന്നൊരു വാർത്ത മാധ്യമങ്ങളിലൊക്കെ സജീവ ചർച്ച വന്നിരുന്നു. ഒരുപക്ഷേ ആ ചർച്ചയായിരിക്കാം NSSനെ ഇങ്ങനെ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, NSS നേതൃത്വം ഒരു കാലത്തും BJP-യുമായിട്ട് അവർ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കാലത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 3 അവാർഡുകളെയാണ് ഞങ്ങൾ സ്വാഗതിച്ചിട്ടുള്ളത്. അച്യുതാനന്ദൻ്റെ, മമ്മൂട്ടിയുടെ, അതുപോലെ തന്നെ വിമല മേനോൻ്റെ. ബാക്കി പലതും താമര ഒരു ലക്ഷണങ്ങൾ കാണും. താമരയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് അതിനെ പറ്റുന്നില്ല. താമരയുടെ ലക്ഷണം, അതിൻ്റെ ഇടയിലൊരു താമര ഞങ്ങൾ നേരത്തെ കൂട്ടി കണ്ടിരുന്നു. ഏതായാലും UDF-നെ സംബന്ധിച്ച് ഞങ്ങൾ സാധാരണ ഇടപെടാം. അത് സാമുദായിക സംഘടന ഇഷ്ടാനിഷ്ടങ്ങളാണ്, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. തീർച്ചയായിട്ടും NSS എല്ലാ കാലത്തും സമദൂര ശരിദൂരം കണ്ടെത്തുന്നവരാണ്. എപ്പോഴും UDF-ന് സഹായമായിട്ടുണ്ട്. അതെ, അദ്ദേഹം CPM-ൻ്റെ കൂടെ അദ്ദേഹം പരസ്യം പറഞ്ഞല്ലോ, കോൺഗ്രസ്സുകാരൊന്നും കയറണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ സാധാരണ സമുദായ നേതാവ് പറയാൻ പാടില്ല. കാരണം സമുദായ നേതാവ് ആ സമുദായത്തിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, BJP ഉണ്ട്, അത് NSS-ലും ഉണ്ടല്ലോ. പക്ഷേ ഒരു സമുദായ നേതാവ് എന്നുള്ള നിലയിൽ കോൺഗ്രസ്സുകാർ ഇങ്ങോട്ട് കയറണ്ട എന്ന് അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്, ഞങ്ങൾ അതിലൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം CPM-നെ പിന്തുണയ്ക്കുന്നു, മകൻ BJP-യെ പിന്തുണയ്ക്കുന്നു. അതിന് റിട്ടേൺ പരാതിയൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.